ഇന്ന് നമ്മൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ് അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം. രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയോടെയൊക്കെ കഴിഞ്ഞ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെതായ തിരക്കൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ സ്കൂള് തുറക്കാനായി. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ആസ്വദിച്ചുള്ള പണിയൊന്നും നടക്കില്ല. രാവിലെ തകൃതിയായിട്ട് നമ്മൾ കുക്കിങ്ങൊക്കെ തീർക്കണ ഒരു തിരക്കായിരിക്കും ഇനിയെന്നും. ആഴ്ചയിലൊരു 1-2 പ്രാവശ്യം ബിരിയാണി ഇല്ലെങ്കിൽ മക്കൾക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ അവർ ഇടയ്ക്ക് പറയും ബിരിയാണി വെക്കുകയെന്ന്. അപ്പോൾ ഞാൻ ബിരിയാണി വെച്ച് കൊടുക്കും. കാരണം സ്കൂളിലുള്ള ദിവസം അവർക്ക് ഇത്ര ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മ് ഇട്ടതിന് ശേഷം ഇതുപോലെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് ക്ലീനിങ്ങിന് വരുന്നത്. ക്ലീനിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഷെൽഫും കാര്യങ്ങളൊക്കെ തോത്തി വൃത്തിയാക്കും. ഇത് ഡെയിലി ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ കൂടുതൽ പൊടിയൊന്നും ഇല്ലാത്ത മഴ ആയതുകൊണ്ട് കൂടുതൽ പൊടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമ്മൾ ഷെൽഫൊക്കെ വൃത്തിയാക്കാറുള്ളൂ. എന്നാലും മാസത്തിലൊരിക്കൽ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യും. ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ദിവസം നമുക്ക് ഭയങ്കര നീറ്റായിരിക്കും വീട് കാണാൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോർമൽ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെയിൻ ഇരുന്നിട്ട് ടാബ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലീനിങ്ങിന് മുമ്പായിട്ട് ഞാനെല്ലാം ഒന്ന് അടുക്കി പൊറുക്കി എൻ്റേതായ ഒരു ഇഷ്ടത്തിന് സെറ്റാക്കി വെക്കും. പിന്നെ അക്വേറിയം കഴുകിയിട്ട് കുറേ ദിവസമായി. ഇനി അക്വേറിയത്തിന് ഒരു ദിവസം മാറ്റി വെക്കണം. കാരണം അക്വേറിയം കഴുകൽ ഒരു വലിയൊരു ജോലി തന്നെയാണ്. കാരണം അകത്തിരിക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിവാക്കലൊക്കെ കുറച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഡൈനിങ് ഹാളും ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കി പെറുക്കി വെച്ചു. അതുപോലെ വരാന്തയിൽ സോഫയിൽ തലേണൊക്കെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക. അത്രേ ഇവിടെ പണി ഉണ്ടാവുള്ളൂ. വരാന്തയിൽ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ സൗദി പോയ സമയത്ത് മാറ്റിയതായിരുന്നു കേട്ടോ. കാരണം ഇങ്ങോട്ട് കടന്ന് നനയ്ക്കാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. ഇതൊക്കെ ഞാനിപ്പോൾ വന്നാരെ നട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. രാവിലെ പെയ്ത മഴയുടെ അതൊക്കെ വെയിൽ ഉഷാറായിട്ട് മായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് പുറത്ത് കാണാനായിട്ട്. നല്ല മഴക്കാലത്ത് കിട്ടുന്ന ആ ഒരു വെയിലിന് നല്ല ഭംഗിയായിരിക്കും. കാരണം നമ്മളെ മുറ്റമൊക്കെ വൃത്തിയായിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ് അന്ന് ഉണങ്ങി കിട്ടുമ്പോൾ. അതുപോലെ തന്നെ അകത്തും നമുക്ക് ചൂട് കുറവുള്ളത് കാരണം നമുക്കൊരു ഇഷ്ടമായിരിക്കും മഴക്കാലത്ത്. മക്കളുടെ റൂമൊക്കെ നമ്മൾ ഓരോ ദിവസം അത് സെറ്റ് ചെയ്ത് വീണ്ടും നന്നാക്കി വെക്കുക തന്നെ വേണം. അവർ പഠിക്കുന്നതൊക്കെ ബെഡിലിരുന്നിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മേശ വെച്ച് കൊടുത്താലും അവർ ബെഡിൽ കയറിയിരുന്ന് പഠിക്കും. അപ്പോൾ അതൊക്കെ ഡെയിലി നീറ്റാക്കി വൃത്തിയാക്കി വെക്കും. വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എനിക്ക് എൻ്റെ ബെഡ്റൂമാണ്. കാരണം ഇവിടെ വന്നിട്ടാണ് നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുമ്പോഴായാലും നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കാനും അതുപോലെ ഹാപ്പി ആവാനും എല്ലാ കാര്യത്തിനും ബെഡ്റൂമാണ് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം. കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്ക്രബ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാനിതുപോലെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് റെഡിയാക്കിയെടുക്കും. ഈ സ്ക്രബ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് തന്നെ വീട്ടിൽ സ്ക്രബ് ഉണ്ടാക്കിയെടുക്കാം. പപ്പായൊക്കെ ഉള്ളവർക്ക് പപ്പായ നന്നായിട്ട് ഞൊടിച്ച് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ നല്ല ഭംഗിയായി കിട്ടും. പിന്നെ നമ്മൾ പൊതുവെ വീട്ടമ്മമാർ ജോലി കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈയും കാലും മുഖവും ഒക്കെ ഇതുപോലെ സ്ക്രബ് ചെയ്തൊന്ന് ഭംഗിയാക്കി എടുക്കാൻ നമ്മളെ കാലും കൈയൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനും അതുപോലെ ചുളി വരാനൊക്കെ സാധ്യതയുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് മാത്രമായിട്ട് മാറ്റി വെക്കാറുണ്ട്. അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ കൂട്ടനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. നമ്മൾ അത് ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുഖത്തുള്ള ഡാർക്കും കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്കൊക്കെ പോയി വൃത്തിയായ കാരണം നമ്മൾ അറിയുന്നവരൊക്കെ ആ ഒരു ഫേസ് മാസ്ക് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. അരമണിക്കൂർ നമ്മൾ സ്ക്രബൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാട്ടോ. ബിരിയാണി ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കേണ്ടി വരും. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ്. ആദ്യം സെയിനിന് അത്ര ഒരു ഇഷ്ടമൊന്നും അല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ സെയിനും ഇഷ്ടമായി. ബിരിയാണി നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല ചൂടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ മഴയില്ല കേട്ടോ, മഴയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ദമ്മ് കുറച്ച് കൂടുതൽ ടൈം കിടന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ബിരിയാണി. ഇവിടെ ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു തീരുമാനമൊക്കെ എടുത്ത് സ്വകാര്യമായിട്ടാണ് എന്നോട് വന്ന് പറയാം, ഞങ്ങൾക്ക് നാളെ ബിരിയാണി വേണമെന്ന് കേട്ടോ. കാരണം എനിക്ക് ഞാൻ വെച്ച ബിരിയാണിനോട് അത്ര ഒരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നമ്മളിതാ പുറത്ത് മുറ്റത്ത് ചെടികളുടെ അടുത്ത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാനൊക്കെ വന്നതാണ്. വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതിന് ഡബ് ചെയ്യുന്നതൊക്കെ. വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ട് ചെടികൾ കൂടുതൽ സെറ്റാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ. കാരണം ഓരോ കാര്യങ്ങളും ചെയ്തായി വരുന്നുള്ളൂ. അതിനിടയിലാണ് നമ്മുടെ പാത്തുക്കുട്ടി പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ പോയ ശേഷം അവൾ ഗർഭിണിയായത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം അവൾ എൻ്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചപ്പോൾ ഞാനിതുപോലെ നോക്കുമ്പോൾ അവൾ ശരിക്കും അവളെ വയറൊക്കെ വീർത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് ഇന്ന് എന്തോ ഒരു പ്രത്യേക കരച്ചിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവളൊന്നിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം കുറേ നേരം ഞാൻ അവളുടെ അടുത്തിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പ്രസവം ഉണ്ടായില്ല കേട്ടോ. പിന്നെ രാത്രി ഏകദേശം വൈകിയിരുന്നു. ആ ഒരു സമയത്താണ് പ്രസവിച്ചത്. 2 മക്കളാണുള്ളത് കേട്ടോ, ഒരാണും ഒരു പെണ്ണും. എന്തായാലും അങ്ങനെ 2 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇവർ ഭയങ്കര ക്യൂട്ടാണ്. കണ്ണൊന്നും തുറന്നിട്ടില്ല. ഒരാഴ്ച കഴിയുമ്പോഴേ അവരെ കണ്ണ് ശരിക്കും തുറക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രസവിച്ച് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണിത്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ട് നല്ല 2 വെള്ള കുഞ്ഞുങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇവർ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പേരിടുന്ന തിരക്കിലാണ് മക്കൾ. അപ്പോൾ പേരൊന്നും നിശ്ചയിച്ചിട്ടില്ല. പേര് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരെ ഒന്ന് താലോലിച്ച് സന്തോഷിപ്പിച്ച് കൂട്ടിൽ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ബെഡ്റൂമിലെത്തി. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലാണ് വീഡിയോക്ക് ഡബ് ചെയ്യുന്നതും കാര്യമൊക്കെ. ഇപ്പോൾ പൊതുവേ ഈ ഒരു ടൈം സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതോടെ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒരു കമൻറ്റ് എഴുതിയിടുക കേട്ടോ. നിങ്ങൾ എഴുതിയിട്ട് ഓരോ കമൻറ്റ് വായിക്കുമ്പോഴുള്ളൊരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുതേ.